Welcome back to my channel, English Grammar Teaching and Learning. Today let us continue the remaining portion of Indiatic. നമ്മൾ ഇൻഡിയാറ്റിക് എന്ന ഓർമ്മക്കുറിപ്പിലെ അല്ലെങ്കിൽ ആത്മകഥയിൽ തുടരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ജർമ്മൻ ഉദ്യോഗസ്ഥൻ എഴുത്തുകാരന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പിരിഞ്ഞു. 3 days passed before he reappeared. 3 ദിവസത്തിന് ശേഷം 3 days passed before he reappeared. പിന്നെ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് 3 ദിവസത്തിന് ശേഷം. It was evening and pitch dark when I heard a whisper under my loaf. അതൊരു വൈകുന്നേരം ഇരുളടഞ്ഞ ഒരു സമയം, ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. വെൻ ഐ ഹാഡ് എ വിസ്പർ, ഒരു ചെറിയ മർമ്മര ശബ്ദം അല്ലെങ്കിൽ പിറുപിറുക്കുന്ന ശബ്ദം, മന്ത്രിക്കുന്ന ശബ്ദം എൻ്റെ ആ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തിന് താഴെ. ഹലോ, ആർ യു ദേർ? യെസ്, ഐ ആം ഹിയർ, ഐ റിപ്ലൈഡ്. ഹലോ, ആർ യു ദേർ? നീ എവിടെയുണ്ടോ? ഉണ്ട്, ഐ ആം ഹിയർ, ഐ റിപ്ലൈഡ്. ആദ്യം ഓഫീസർ ചോദിക്കുകയാണ്, ഹലോ, ആർ യു ദേർ? മറുപടി പറഞ്ഞു നമ്മുടെ എഴുത്തുകാരൻ, യെസ്, ഐ ആം ഹിയർ, ഐ റിപ്ലൈഡ്. സൂൺ ആഫ്റ്റർവേഴ്സ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. പെട്ടെന്ന് തന്നെ അതിന് ശേഷം എന്തോ എൻ്റെ സൈഡിലേക്ക്, ഇച്ചിരി ഭാരമുള്ള എന്തോ ഒരു വസ്തു എൻ്റെ അടുത്തേക്ക് വെച്ചു. ത്രൂ ദി പേപ്പർ, ആ പൊതിഞ്ഞ പേപ്പറിലൂടെ ഐ ഫെൽറ്റ് സെവറൽ ലോവ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ്. പേപ്പർ ഗ്രീസ് പ്രൂഫ് പേപ്പറാണ്. അപ്പോൾ ആഹാര സാധനങ്ങൾ ഇപ്പോൾ പൊതിഞ്ഞിരുന്ന അതൊരു ഹാഫ് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള അതാണ്. ത്രൂ ദി പേപ്പർ ഐ ഫെൽറ്റ് സെവറൽ ലോവ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ്. എനിക്ക് തോന്നി അത് കുറച്ച് റൊട്ടി കഷ്ണങ്ങൾ ആയിരിക്കും. സെവറൽ ലോവ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ്. പക്ഷേ അതിലെന്തോ മൃദുവായ സാധനവും ഉണ്ടല്ലോ. വിച്ച് ലേറ്റർ ടേൺഡ് ഔട്ട്, പിന്നീട് ഞാനത് മനസ്സിലാക്കി. ലേറ്റർ ടേൺഡ് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്, ടു ബി ജാം റാപ്ഡ് ഇൻ ഗ്രീസ് പ്രൂഫ് പേപ്പർ. അപ്പോൾ ഗ്രീസ് പ്രൂഫ് പേപ്പറിൽ പൊതിഞ്ഞ് കുറച്ച് ജാമും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ചോദ്യോത്തരത്തിൽ പഠിച്ച ഫുഡ് ഇദ്ദേഹം കുറച്ച് റൊട്ടി കഷ്ണങ്ങളും അതുപോലെ തന്നെ എന്നും കൊടുക്കുന്നു, ജാമും കൊടുക്കുന്നു. ഐ ക്വിക്കലി പുട്ട് ദി പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കോൾഡ്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അത് ഐ ക്വിക്കലി പുട്ട് ദി പാക്കേജ് ടു വൺ സൈഡ്, ഒരു സൈഡിലേക്ക് നീക്കി വെച്ചു. ആൻഡ് കോൾഡ്. വെയിറ്റ് എ മൊമെൻറ്റ്, അദ്ദേഹത്തെ തടഞ്ഞു. പോകല്ലേ, ഒരു നിമിഷം നിൽക്കൂ. ദി വോയിസ് ഇൻ ദി ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യൻസ്. ഈ ഒരു ശബ്ദം വെയിറ്റ് എ മൊമെൻറ്റ്, അതായത് ഐ ക്വിക്കലി പുട്ട് ദി പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കോൾഡ്. വെയിറ്റ് എ മൊമെൻറ്റ്, ദി വോയിസ് ഇൻ ദി ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യൻസ്. ക്ഷമ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദം. വാട്ട് ഈസ് ദാറ്റ്? ഹറിയപ്പ്, അതെന്താണ്? പെട്ടെന്നാവട്ടെ. ദി ഗാർഡ്സ് സോ മീ കം ഇൻ ഹിയർ. ഞാൻ ഇങ്ങോട്ട് വരുന്നത് താഴെയുള്ള ഗാർഡുകൾ കണ്ടു. ആൻഡ് ഐ മസ്റ്റിൻറ്റ് സ്റ്റേ ലോങ്. എനിക്കിനി ഐ മസ്റ്റ് നോട്ട് സ്റ്റേ ലോങ്, ഇനി കൂടുതൽ നേരം ഇവിടെ നിൽക്കാൻ സാധ്യമല്ല. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്. കുറേ ആഴ്ചകൾ കൂടി എടുക്കും, കടന്നു പോകണം. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്. ദി വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിംഗ് അറ്റ് ദി ലേറ്റസ്റ്റ്. യുദ്ധം ഏതാണ്ട് അവസാനിക്കും. ഓവർ ബൈ സ്പ്രിംഗ് അറ്റ് ദി ലേറ്റസ്റ്റ്. ഇപ്പോൾ വിൻ്ററാണ്, സ്പ്രിംഗ് ആകുമ്പോഴേക്കും. അപ്പോൾ ഇവിടെ ഫുഡ് കൊടുത്തു, ഒപ്പം തന്നെ ഷെൽട്ടർ കൊടുത്തു. ഇപ്പോൾ താണ്ടെ ഒരു ഹോപ്പ്, ആശ, ആഗ്രഹം, സമാധാനം, സന്തോഷം നൽകുകയാണ് ഈ വാക്കുകളിലൂടെ ആ ഉദ്യോഗസ്ഥൻ. ദി വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിംഗ് അറ്റ് ദി ലേറ്റസ്റ്റ്. അങ്ങേറ്റം എന്നാൽ സ്പ്രിംഗ് സീസൺ എത്തുമ്പോഴേക്കും യുദ്ധം അവസാനിച്ചേക്കും. ദി വോയിസ് ഫെൽ സൈലൻസ്. പെട്ടെന്ന് ശബ്ദം നിശബ്ദമായി. Voice fell silent. I did not know if the officer was still there. വോയിസ് നിലച്ചു.
അപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഓഫീസ് അവിടെ തന്നെ ഉണ്ടെന്ന്. ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ, അദ്ദേഹം പോയിട്ടുണ്ടാവുമോ എന്ന്. ബട്ട് സഡൻലി ഹി സ്പോക്ക് അഗെയിൻ, വീണ്ടും അദ്ദേഹം സംസാരിച്ചു. യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹിസ് വോയിസ് സൗണ്ടഡ് ഹാർഷ്, ആൾമോസ്റ്റ് ആസ് ഇഫ് ഹി വെയർ ഗിവിംഗ് ആൻ ഓർഡർ. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാർഷ്, അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ പരുഷമായി തോന്നി. ആൾമോസ്റ്റ് ആസ് ഇഫ് ഹി വെയർ ഗിവിംഗ് ആൻ ഓർഡർ, ഒരു ഓർഡർ എന്നുള്ള രീതിയിൽ. കൺവിൻസിങ് മീ ഓഫ് ഹിസ് അൺയീൽഡിംഗ് ബിലീഫ് ദാറ്റ് ദി വാർ വുഡ് എൻഡ് വെൽ ഫോർ അസ്. അൺയീൽഡിംഗ്, വഴങ്ങാത്ത. അദ്ദേഹത്തിൻ്റെ ഹിസ് അൺയീൽഡിംഗ് ബിലീഫ്, അദ്ദേഹത്തിൻ്റെ വഴങ്ങാത്ത. കൺവിൻസിങ് മീ ഓർ ഹിസ് അൺയീൽഡിംഗ് ബിലീഫ് ദാറ്റ് ദി വാർ വുഡ് എൻഡ് വെൽ ഫോർ അസ്. നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി യുദ്ധം പെട്ടെന്ന് അവസാനിക്കും. only then did I hear the question, a quiet sound of the attic door closing. ഇത്രയും കഴിഞ്ഞപ്പോഴാണ് only then, അതിനുശേഷം did I hear, I heard the quiet sound of the attic door closing. ഈ മാനുഷിക മൂല്യമുള്ള മനുഷ്യത്വത്തിന് വിലകൽപ്പിക്കുന്ന ഓഫീസർ ഇത്രയും പറഞ്ഞ് അല്പനേരം അവിടെ നിന്നിട്ട് വളരെ ശബ്ദമുണ്ടാക്കാത്ത രീതിയിൽ ഇതിൻ്റെ ഈ പാത്തിരിപ്പ് മുറിയുടെ കഥകൾ മെല്ലെ അടച്ചു. ഇത്രയും നല്ല ഒരു ഓഫീസർ. മൊണോട്ടണസ്, ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് ബൈ. അങ്ങനെ ടെഡിയസ്, റിപ്പീറ്റഡ്. മൊണോട്ടണസ് മീൻസ് ടെഡിയസ്, ആവർത്തിച്ചുള്ള. ഹോപ്പ്ലെസ്, നിരാശ നൽകുന്ന ആഴ്ചകൾ കടന്നുപോയി. ഐ ഹാഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. ഇപ്പോൾ പീരങ്കിപ്പടയുടെ വെടിയൊച്ച നിലച്ചുകൊണ്ടിരിക്കുന്നു. ഐ ഹാഡ് ലെസ് ആൻഡ് ലെസ്, കുറഞ്ഞു വരുന്നു. There were days when not a single shot broke the silence. There were days, ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിരുന്നു. when not a single shot broke the silence. നിശബ്ദതയെ പഞ്ചിക്കുന്ന ഒരു വെടിയൊച്ചയെങ്കിലും കേൾക്കാത്ത ദിവസങ്ങളിലായിരുന്നു. Soldiers went up and down the stairs. പട്ടാളക്കാർ മുകളിലേക്ക് വരും, താഴേക്ക് പോകും. ഓഫൺ ബ്രിങ്ങിങ് ലാർജ് പാക്കേജസ് അപ്പ് ടു ദി ആറ്റിക്. മിക്കപ്പോഴും ഈ സ്റ്റോർ റൂമിലേക്ക് അവർ പാക്കേജുകൾ മുകളിലേക്ക് കൊണ്ടുവരും. ആൻഡ് ഫെച്ചിങ് അതേഴ്സ് ഡൗൺ. അവിടെ ഇരിക്കുന്ന സ്റ്റോർ റൂമിലെ മറ്റ് സാധനങ്ങൾ താഴേക്കും കൊണ്ടുപോകും. അപ്പോൾ താഴേക്കും മുകളിലേക്കും പട്ടാളക്കാർ സാധനങ്ങൾ കൊണ്ടുവെക്കാനും എടുത്തുകൊണ്ട് പോകാനും വരുമായിരുന്നു. ബട്ട് മൈ ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചോസൺ. എന്നാൽ ഞാൻ ഒളിച്ചിരുന്ന സ്ഥലം വളരെ അറിഞ്ഞ് തിരഞ്ഞെടുത്തായിരുന്നു. നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ഓഫ് ലവ്. ആരും ചിന്തിക്കില്ല തട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരാൾ ഒളിച്ചിരിക്കും എന്ന്. ഓൺ 12th December ദി ഓഫീസർ കെയിം ടു ദി ലാസ്റ്റ് ടൈം. ഡിസംബർ 12 അദ്ദേഹം അവസാനമായി അവിടെ വന്നു. ഹി ബ്രോട്ട് മീ എ ലാർജ് സപ്ലൈ ഓഫ് ബ്രെഡ് ദാൻ ബിഫോർ ആൻഡ് എ വാം എയ്ഡർ ഡൗൺ. അന്ന് അദ്ദേഹം വന്നപ്പോൾ അന്ന് തന്നതിനേക്കാൾ കൂടുതൽ ബ്രെഡും ജാമും ഒക്കെ തന്നു. അതുപോലെ തന്നെ ഒരു പുതപ്പ്, വാം എഡർ ഡൗൺ. എഡർ ഡൗൺ മീൻസ് ഈ നോർത്തേൺ സീസൈഡിൽ കാണപ്പെടുന്ന ഒരിനം താറാവുകളാണ്. അതിൻ്റെ തൂവൽ, പ്രത്യേകിച്ച് ഫീമെയിൽ താറാവിൻ്റെ തൂവലുകൾ കൊണ്ട് ഉണ്ടാക്കിയ നല്ല ചൂട് നിലനിൽക്കുന്ന ഒരിനം ബ്ലാങ്കറ്റാണ് ഇവിടെ എയ്ഡർ ഡൗൺ എന്ന് പറയുന്നത്. അദ്ദേഹം അതും കൊടുത്തു. അപ്പോൾ ഫുഡ് കൊടുത്തു, ഷെൽട്ടർ കൊടുത്തു, ആശ കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് ഈ ഹാർഡ് വിൻ്ററിൽ അദ്ദേഹത്തിന് ഉറങ്ങുന്നതിന് ഉള്ള സാമഗ്രി അല്ലെങ്കിൽ അവിടെ പുതപ്പും കൊടുത്തു. ഹി ടോൾഡ് മീ ഹി വാസ് ലിവിങ് വേഴ്സ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ്. അദ്ദേഹം പറഞ്ഞു ഹി വാസ് ലിവിങ് വേഴ്സ വിടുന്നു വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ്. ഡിറ്റാച്ച്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ സംഘം. ഇവിടെ ഡിറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർപെടുത്തുക. അറ്റാച്ചിൻ്റെ ഓപ്പോസിറ്റാണ് ഡിറ്റാച്ച്. ഇവിടെ ഡിറ്റാച്ച്മെൻറ്റ് മീൻസ് സംഘം, ഗ്രൂപ്പ്. ആൻഡ് ഐ മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലവ് സർട്ട്. ഒരിക്കലും ഒന്നും എനിക്ക് നഷ്ടപ്പെടാനില്ല. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദി സ്ട്രീറ്റ് ഫൈറ്റിംഗ്? ഐ ആസ്ക്ഡ് ആങ്ഷ്യസ്ലി. ഹൗ വിൽ ഐ സർവൈവ് ദി സ്ട്രീറ്റ് ഫൈറ്റിംഗ്? എന്നാൽ ഈ തെരുവിൽ നടക്കുന്ന യുദ്ധത്തിൽ നിന്ന് എങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും? ഞാൻ ചോദിച്ചു ആകാംക്ഷയോടെ. ഇഫ് ഐ ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫെർണോ. ഇൻഫെർണോ
ഇൻഫെർണോ നരകം എന്നർത്ഥം. ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫെർണോ ഫോർ എവർ 5 years. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫെർണോ ഫോർ ഓവർ 5 years. ഈ നരകത്തിൽ കിടന്ന് എത്രയോ കാലങ്ങളായിട്ട് അതിജീവനത്തിന് വേണ്ടി പൊരുതുന്നു. He replied, "It is obviously God's will for us to live." അതൊക്കെ ദൈവ നിശ്ചയമാണ്. He replied, "It is obviously," അത് ക്ലിയർ ആയിട്ട് നമുക്കറിയാം, ദൈവത്തിൻ്റെ രണ്ടുപേരും നല്ല ഒപ്റ്റിമിസ്റ്റ് ആണ് എന്നർത്ഥം. നമ്മുടെ ഓഫീസറും അതുപോലെ തന്നെ ആരും ഇവിടെ നമ്മൾ if you and I have survived this inferno for over 5 years, he replied. 5 വർഷമായിട്ട് നമ്മൾ ഇതിനെ അതിജീവിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അത് വിജയിച്ചിരുന്നുവെങ്കിൽ it is clearly God's will for us to live. നമ്മൾ ജീവിക്കണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈശ്വരനാണ്. രണ്ടുപേരും ഒപ്റ്റിമിസ്റ്റാണ് ഇവിടെ, അതാണ് സൂചിപ്പിക്കുന്നത്. God's will for us to live. Man proposes and God disposes എന്നാണ് അതിൻ്റെ ചൊല്ല്. We had already said goodbye. അങ്ങനെ രണ്ടുപേരും ഗുഡ് ബൈ പറഞ്ഞു. And he was about to go when an idea came to me at the last moment. അവസാന നിമിഷത്തിൽ എനിക്ക് ഒരു ആശയം ലഭിച്ചു. I had long been racking my brains. കുറേ നാളുകളായിട്ട് ഞാൻ എൻ്റെ മനസ്സിലിട്ട് താലോലിക്കുന്ന ഒരു മനോവേദനയുണ്ട്. സം വേ ഓഫ് ഷോയിങ് ഹിം മൈ ഗ്രാറ്റിറ്റ്യൂഡ്. ഇത്രയൊക്കെ ചെയ്തു തന്ന, ഫുഡ് തന്നു, ഷെൽട്ടർ തന്നു, ക്ലോത്തിങ്ങും തന്നു, ആശയം തന്നു. ഇത്രയൊക്കെ തന്ന ഈ മനുഷ്യനോട് എന്തെങ്കിലും ഒരു നന്ദി വാക്ക് പറയണമല്ലോ. ലിസൺ, ഐ ടുക്ക് ഹിസ് ഹാൻഡ് ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് അർജന്റ്ലി. ഐ നെവർ ടോൾഡ് യു മൈ നെയിം. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. I took his hand and began speaking urgently. പെട്ടെന്ന് സംസാരിക്കുന്നു. I never told you my name. You didn't ask me. ഞാൻ ഇതുവരെ എൻ്റെ പേര് അങ്ങയോട് പറഞ്ഞിട്ടില്ല. You didn't ask me. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുമില്ല. But I want you to remember it. പക്ഷേ ഞാനത് ആഗ്രഹിക്കുന്നു. Who knows what may happen. ആർക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അതാണ് man proposes and God disposes. You have a long way to go home. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് പണികൾ ചെയ്തു തീർക്കാനുണ്ട്. Miles to go before I sleep and miles to go before I sleep. കഠിനാധ്വാനിയായ അല്ലെങ്കിൽ രാജ്യസ്നേഹികൾക്ക് ഇത് പറയാൻ ഉണ്ടാവും. You have a long way to go home. If I survive, ഞാൻ അതിജീവിച്ചാൽ, I will certainly be working for Polish radio again. എൻ്റെ പഴയ പണി പോളിഷ് റേഡിയോയിൽ മ്യൂസിക് പിയാനോ വായനക്കാരനായ ഞാൻ അവിടെ വീണ്ടും വർക്ക് ചെയ്യും. ഐ വിൽ സർട്ടൻലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ അഗെയിൻ. അവിടെ ഉണ്ടാകും. ഐ വാസ് ദെയർ ബിഫോർ ദി വാർ. ഞാൻ യുദ്ധത്തിന് മുമ്പ് അവിടെ ആയിരുന്നു. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, താങ്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു ദെൻ ഇൻ എനി വേ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അല്ലെങ്കിൽ പരസ്പരം സഹായിക്കാൻ നമുക്ക് കഴിയും. ഐ ക്യാൻ ഹെൽപ്പ് യു ദെൻ ഇൻ എനി വേ, ഏത് മാർഗത്തിലും. റിമെമ്പർ മൈ നെയിം. താങ്കൾ എൻ്റെ പേര് ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയുന്നു. സ്പിൽമാൻ, പോളിഷ് റേഡിയോ. ഹീ സ്മൈൽഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ. അദ്ദേഹം ആ സാധാരണ പുഞ്ചിരി. ഹാഫ് ഷൈ ആൻഡ് എംബ്രാസ്ഡ്. ഒരു അല്പം ലജ്ജയോടുകൂടി. ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനാണ്, ഒരു ഉയർന്ന ഓഫീസറാണ് ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിക്കുക. അദ്ദേഹത്തെ കെട്ടിപ്പുണർന്നു. But I felt I had given him pleasure with my naive wish to help him. എന്നാൽ എൻ്റെ സന്തോഷം, എൻ്റെ നിഷ്കളങ്കമായ ആ ഒരു വിഷ് ടു ഹെൽപ്പ് ഹിം, അദ്ദേഹത്തെ സഹായിക്കട്ടെ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. നെയ്വ് മീൻസ് നിഷ്കളങ്കമായ, കളങ്കമില്ലാത്ത. ദി ഫസ്റ്റ് ഹാർഡ് ഫ്രോസ്റ്റ് കെയിം ഇൻ ദി മിഡിൽ ഓഫ് ഡിസംബർ. ക്രിസ്മസ് കെയിം. അങ്ങനെ അലിപ്പഴം പൊഴിയുന്ന ആ സമയമെത്തി, ഡിസംബറിൻ്റെ മധ്യം. ദെൻ ദി ന്യൂ ഇയർ 1945, 1945.
ദി സിക്സ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഓഫ് ദി വാർ. യുദ്ധത്തിൻ്റെ 6ാമത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ. ആൻഡ് വേസ്റ്റ് ഐ ഹാഡ് നോൺ. ഏറ്റവും മോശപ്പെട്ട നിമിഷം, ഞാൻ അറിയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട. ഐ ലേ ഇൻ ഡാർക്ക് ലിസണിങ് ടു ദി സ്റ്റോമി വിൻഡ്. ഞാൻ ഇരുട്ടത്ത് ഇങ്ങനെ നിശബ്ദനായി കിടന്നു, കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ഐ ഹാഡ് ദി സ്ക്വീക്കിംഗ് ആൻഡ് റസ്ലിംഗ് ഓഫ് റാറ്റ്സ് ആൻഡ് മൈസ് റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദി ആറ്റിക്. ആ പാത്തിരിപ്പ് മുറിയിൽ അങ്ങുമിങ്ങും എലികൾ ഞരങ്ങുകയും മൂടുകയും ഓടുകയും ചാടുകയും ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചു. ഇൻ മൈ മൈൻഡ് ഐ വെൻറ്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദി വാർ. എൻ്റെ ചിന്തകൾ നേരത്തെ യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന ക്രിസ്മസും യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള ക്രിസ്മസും ഇപ്പോഴത്തെ ക്രിസ്മസും ഒക്കെ അങ്ങനെ കടന്നുപോയി. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം. എനിക്കൊരു വീടുണ്ടായിരുന്നു. പേരൻസ്, മാതാപിതാക്കളുണ്ടായിരുന്നു. 2 സിസ്റ്റേഴ്സ്, 2 സഹോദരിമാരുണ്ടായിരുന്നു. ആൻഡ് എ ബ്രദർ, ഒരു സഹോദരനും ഉണ്ടായിരുന്നു. ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ ഓൺ എനിമോർ. അതിനുശേഷം ഇപ്പോൾ എനിക്ക് വീടില്ല. ബട്ട് വി വെയർ ടുഗദർ. ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ ഓൺ. സ്വന്തമായിട്ട് എനിക്ക് വീടില്ലായിരുന്നു, എല്ലാവരും ഒരുമിച്ചായിരുന്നു. ദെൻ വി ഹാഡ് നോ ഹോം ഫോർ അവർ ഓൺ എനിമോർ ബട്ട് വി വെയർ ടുഗദർ. അന്ന് ഞങ്ങൾ അച്ഛനും അമ്മയും സഹോദരിമാരും സഹോദരനും ഒരുമിച്ചായിരുന്നു. ലേറ്റർ ഐ വാസ് അലോൺ. അതിനുശേഷമാണ് ഞാൻ ഏകനായത്, ഒറ്റപ്പെട്ടത്. ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ. എന്നാൽ എനിക്ക് ചുറ്റും മറ്റുള്ളവർ ഉണ്ടായിരുന്നു. ആൻഡ് നൗ ഐ വാസ് ലോൺലിയർ. ഇനി ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. സോളിറ്ററി, എലോൺ, ലോൺലിനെസ്, ഐസൊലേറ്റഡ്. ഐ സപ്പോസ്ഡ് ദാൻ എനിവൺ എൽസ് ഇൻ ദി വേൾഡ്. ഞാൻ ഊഹിച്ചു എന്നെപ്പോലെ മറ്റൊരാൾ ഈ ലോകത്തില്ലായിരിക്കും. ഐ ഹാഡ് ടു ബി എലോൺ, എൻറ്റയർലി എലോൺ ഇഫ് ഐ വാണ്ടഡ് ടു ലിവ്. അഥവാ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കേണ്ടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇഫ് ഐ വാണ്ടഡ് ടു ലിവ്. അതിലെ ഉട്ടോപ്പിയൻ ലൈഫ് പോലെ ആകുമോ? ഒരു ദ്വീപിൽ ഒരാൾ ഒറ്റയ്ക്ക് ആ ഒരവസ്ഥ എത്തുമോ എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു. Once again, I am going to read the same. 3 days passed before he reappeared. It was evening and pitch dark when I heard a whisper under my loaf. "Hello, are you there?" "Yes, I am here," I replied. Soon afterwards, something heavy landed beside me. Through the paper, I felt several loaves and something soft, which later turned out to be jam wrapped in grease-proof paper. I quickly put the package to one side and called, "Wait a moment." The voice in the dark sounded impatient. "What is it? Hurry up. The guards saw me come in here, and I must not stay long. Just hang on a few more weeks. The war will be over by spring at the latest." The voice fell silent. I did not know if the officer was still there or if he had gone, but suddenly he spoke again. "You must hang on, do you hear?" His voice sounded harsh, almost as if he were giving an order, convincing me of his unyielding belief that the war would end well for us. Only then did I hear the quiet sounds of the attic door closing. Monotonous, helpless weeks passed by. I had less and less artillery fire. There were days when not a single shot broke the silence. Soldiers went up and down the stairs, often bringing large packages up to the attic and fetching others down. But my hiding place was well chosen. No one ever thought of searching the loft. On 12th December, the officer came for the last time. He brought me a large supply of bread than before and warm eider down. He told me he was leaving Warsaw with his detachment and I must on no account law search. "But how will I survive the street fighting?" I asked anxiously. "If you and I were survived this inferno for over 5 years," he replied, "it is obviously God's will for us to live." We had already said goodbye and he was about to go when an idea came to me at the last moment.
I had long been racking my brains for some way of showing him my gratitude. Listen, I took his hand and began speaking urgently. I never told you my name. You didn't ask me, but I want you to remember it. Who knows what may happen? You have a long way to go home. If I survive, I will certainly be working for Polish Radio again. I was there before the war. If anything happens to you, if I can help you, then in any way, remember my name, Spillman, Polish Radio. He smiled his usual smile, half shy and embarrassed, but I felt I had given him pleasure with my naive wish to help him. The first hard frost came in the middle of December. Christmas came, and then the New Year 1945, the sixth Christmas and New Year celebrations of the war, and the worst I had known. I lay in the dark, listening to the stormy winds. I heard the squeaking and rustling of rats and mice running back and forth in the attic. In my mind, I went over every Christmas before and during the war. At first, I had a home, parents, two sisters, and a brother. Then we had no home for our own anymore, but we were together. Later, I was alone, but surrounded by other people. അപ്പോൾ ആദ്യം ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് താമസിച്ചു. ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ ഓൺ എനിമോർ, ബട്ട് വി വെയർ ടുഗദർ ലേറ്റർ. അപ്പോൾ അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ സഹോദരിമാരെയും സഹോദരനെയും നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒറ്റപ്പെട്ടു. ലേറ്റർ ഐ വാസ് അലോൺ, ബട്ട് സറൗണ്ടഡ് ബൈ other people. And now I was lonelier, I supposed, than anyone else in the world. I had to be alone, entirely alone, if I wanted to live. Then come to another question. ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിച്ച ഭാഗത്തുള്ള അടുത്ത ക്വസ്റ്റ്യൻ. വൈ ഡു യു തിങ്ക് ദി ഓഫീസർ ആസ്ക്ഡ് സ്വിൽമാൻ ടു പ്ലേ പിയാനോ? എന്തുകൊണ്ടാണ് ഓഫീസർ സ്പിൽമാനെ കൊണ്ട് പിയാനോ വായിക്കാൻ ആഗ്രഹിച്ചത്? അല്ലെങ്കിൽ വൈ ഡു യു തിങ്ക് ദി ഓഫീസർ, എന്താണ് അദ്ദേഹം ചിന്തിച്ചത്? ഇയാളെ കൊണ്ട് പിയാനോ വായിപ്പിച്ച് എന്ത് മനസ്സിലാക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു? The officer asked Spillman to play piano because he would like to recognize his identity. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിയുക എന്നുള്ളത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹം അതാണ് ആഗ്രഹിച്ചത്. ആൻഡ് ഹ്യൂമാനിറ്റി, അദ്ദേഹത്തിലുള്ള മനുഷ്യത്വം എത്രമാത്രമാണ് എന്ന് തിരിച്ചറിയുക. പെർഹാപ്സ് ആസ് എ വേ ടു കൺഫേം ഹിസ് ഹിസ്റ്ററി, ഒരുപക്ഷെ അയാളുടെ ചരിത്രം പൂർണ്ണമായി മനസ്സിലാക്കണമെന്ന ആഗ്രഹം ഉണ്ടായതുകൊണ്ടായിരിക്കാം. ബട്ട് ആൾസോ ആൻ ആക്ട് ഓഫ് പേഴ്സണൽ റിഡംഷൻ, അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ആ വ്യക്തിപരമായിട്ടുള്ള സുഖദുഃഖങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഇയാളുടെ സ്വഭാവം എന്താണ്, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഒരു മനുഷ്യസ്നേഹിയായിരിക്കും, അതുതന്നെയാണോ ഇയാളിൽ കാണാൻ പറ്റുന്നത്? ഇൻ ഓർഡർ ടു സ്റ്റഡി ദി നേച്ചർ, ഹ്യൂമൻ ബിഹേവിയർ. ആഫ്റ്റർ ഹിസ് പെർഫോമൻസ്, ചോപ്പിൻസ് നോക്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ, അങ്ങനെ ചോപ്പിൻസിൻ്റെ നക്ടൺ ആ ഒരു കൃതി അദ്ദേഹം, അല്ലെങ്കിൽ അത്തരത്തിൽ കമ്പോസ് ചെയ്ത ഒരു സാധനം സി ഷാർപ്പ് മൈനറിൽ അദ്ദേഹം വായിച്ചു. ഹീ പ്രൊവൈഡഡ്, അതിനുശേഷം അദ്ദേഹത്തോട് വളരെ കൂടുതൽ അനുകമ്പ, എമ്പതി, സിമ്പതി, പാഷൻ, ജനറോസിറ്റി, കൈൻഡ്നസ് ഒക്കെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ട് ഹീ പ്രൊവൈഡഡ് ഫുഡ്, ഷെൽട്ടർ, ഈവൻ എ കോട്ട് ടു എസ്കേപ്പ് ഫ്രം ഹാർഡ് വിൻ്റർ. ആ ഹാർഡ് വിൻ്ററിൽ രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ഫുഡ് കൊടുത്തു. അതിനുവേണ്ടി തന്നെ അദ്ദേഹം ഒരു ബ്ലാങ്കറ്റും നമ്മളുടെ എഴുത്തുകാരന് നൽകി. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ക്ലാസ്. പ്ലീസ് subscribe, share and support me. Thank you so much.